ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് ബ്രോറിൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വചനം. ഈ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്, കർത്താവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ പടകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവ് പടകിൻ്റെ തലഭാഗത്ത് അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. വലിയ കാറ്റും കോളും ആ സമയത്ത് ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിനെ വന്നടിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ആകെ ഭയന്ന് വിറയ്ക്കുന്നു. കർത്താവിനെ അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് പ്രയാസമില്ലേ, നിനക്ക് സങ്കടമില്ലേ, വിചാരമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നുണ്ട്. കാറ്റും കടലും ശാന്തമായി കഴിയുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ ഇത്ര ഭയചകിതരാകുന്നത് എന്തുകൊണ്ട്? നിങ്ങളിൽ വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഭയവും വിശ്വാസവും ഒരുപോലെ കടന്നു പോകുന്നതല്ല. അത് രണ്ടും രണ്ട് ധ്രുവത്തിലുള്ളതാണ്. ഭയം വരുമ്പോൾ വിശ്വാസം നമ്മളിൽ നിന്ന് പടിയിറങ്ങും. യേശു ക്രിസ്തു കൂടെ ഉണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർ ഭയന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം, ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യാതൊന്നിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടേണ്ട. ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനർത്ഥം വരില്ല, എൻ്റെ ജീവിതത്തിൽ രോഗം വരില്ല എന്നല്ല. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥം വന്നാലും രോഗം വന്നാലും പീഡകൾ വന്നാലും ഒന്നിനും എന്നെ തകർത്ത് കളയാനാവില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനൊന്നിനും നമ്മളെ തകർത്ത് കളയാൻ ആവില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കൂടുതൽ വിശ്വാസമുള്ളവരായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ ഉള്ളിലെ ഭയത്തെ മാറ്റിക്കളഞ്ഞ് ക്രിസ്തു വിശ്വാസത്തിൽ വളരുവാൻ നമുക്കിടയായിത്തീരട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.